ശ്രീ എ സമ്പത്ത്. ലഹരിക്കടത്ത് ആരോപിച്ച് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് വെനസ്വേലയിലേക്ക് അമേരിക്ക നടപടികൾ ആരംഭിക്കുന്നത്. അതിനൊടുവിൽ വെനസ്വേലൻ പ്രസിഡന്റിനെ കയ്യാമം വെച്ച് അമേരിക്കയിൽ എത്തിച്ച് വിചാരണ നടത്താനുള്ള നീക്കം നടത്തുന്നത്. ഇത് അമേരിക്കയുടെ പ്രതിരോധമാണോ ഭീകരതയാണോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നടത്തുന്നതായിട്ടുള്ള എല്ലാത്തരം ഭീകരപ്രവർത്തനങ്ങളെയും ആക്രമണങ്ങളെയും അധിനിവേശങ്ങളെയും ഇടപെടലുകളെയും CPIM ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു. ഒരു ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിലും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകളെ അങ്ങേയറ്റം ശക്തമായ ഭാഷയിൽ അപലപിക്കാതെ മനുഷ്യനെന്ന നിലയിൽ ജീവിക്കാൻ എനിക്കും കഴിയില്ല. നമ്മൾ ഈ ലോകത്തിലെ നമ്മുടെ വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ വിവിധ രീതികളിലുള്ള ഭരണകൂടങ്ങളാണുള്ളത്. അത് പാർലമെന്ററി ജനാധിപത്യമാകാം, പ്രസിഡൻഷ്യൽ സമ്പ്രദായമാകാം, അതിൽ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഭാഗികമായി ലിസ്റ്റ് സമ്പ്രദായവും ഭാഗികമായി നേരിട്ടുള്ള തെരഞ്ഞെടുപ്പുമാകാം. ഇന്ത്യ പോലുള്ള പല രാഷ്ട്രങ്ങളിലും UK പോലുള്ള രാഷ്ട്രങ്ങളിൽ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ പല കാരണങ്ങളാലും ഞാനിപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാനായി ആഗ്രഹിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 2 അനുച്ഛേദം 2 അതിൽ കൃത്യമായി പറയുന്നതായ ഒരു കാര്യമുണ്ട്. സാർവദേശീയ ബന്ധങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലെ അംഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിന്റെ മേൽ അവരുടേതായ പരമാധികാരത്തിന് ഭംഗമുണ്ടാക്കുന്ന നിലയിലോ അവരുടെ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നിലയിലോ ഈ ഐക്യരാഷ്ട്രസഭയുടേതായ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായ നിലയിലോ പ്രവർത്തിക്കാൻ പാടില്ല. ഇതാണ് ഇതിന്റെ അനുച്ഛേദം 2 പറയുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് US എന്നുള്ള കാര്യം കൂടി നാം മറന്നു പോകരുത്. എന്നാൽ ഈ UN നിലവിൽ വരുന്നതിന് മുമ്പും അതിനുശേഷവും താങ്കൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ നിരവധി തവണയാണ് ഇവരുടേതായ ഇടപെടലുകളും ആക്രമണങ്ങളും അധിനിവേശങ്ങളും അട്ടിമറികളും എല്ലാം നടന്നിട്ടുള്ളത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മാത്രമല്ല, ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ മാത്രമല്ല, ഏഷ്യൻ രാഷ്ട്രങ്ങളിലായ ലോകത്തെവിടെയും ഇടപെടാൻ തങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് ഞാനത് ചുരുക്കാം. ആയുധത്തിന്റെ ബലത്തിൽ, പണത്തിന്റെ ബലത്തിൽ, അധികാരത്തിന്റെ ഹുങ്കിൽ തങ്ങൾക്കെന്തും ചെയ്യാം എന്നുള്ളതാണ് എങ്കിൽ ട്രംപിന്റെ ഒരു പുതിയ മുദ്രാവാക്യമുണ്ട്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ എന്നുള്ളത്. എങ്ങനെ? ആയുധബലം ഉപയോഗിച്ച് ഇതെല്ലാം ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ മഡൂറോ അറസ്റ്റ് ചെയ്തു, അല്ല അദ്ദേഹത്തിന്റെ സഹധർമ്മിണി അടക്കം അവിടെ നിന്ന് ഇത്തരത്തിൽ US ആ മണ്ണിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുക എന്നൊക്കെ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ തന്നെ അന്റോണിയോ ഗുട്ടറസ് തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ലോകത്തിലെ മിക്കവാറും രാഷ്ട്രങ്ങൾ, ഒരുപക്ഷെ മഡൂറോയുടെ തെരഞ്ഞെടുപ്പിനെ പോലും അംഗീകരിക്കാത്ത യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളടക്കം US-ന്റെ ഈ ഇടപെടലിനെ അപലപിക്കുകയാണ്. നമുക്ക് ഇതിനെ അപലപിക്കാതെ മറ്റു യാതൊരു മാർഗവുമില്ല. ഈ ഇടപെടൽ എന്നുള്ളത് ഇതൊരു മോശപ്പെട്ട കീഴ്വഴക്കം, ഭീകരമായ കീഴ്വഴക്കം, നിന്ദ്യമായ കീഴ്വഴക്കം, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് സൃഷ്ടിക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടരുത്. ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ നടത്തിയിട്ടുള്ളത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ അധിനിവേശങ്ങൾക്ക് ഇപ്പോൾ വെനസ്വേലയിൽ ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്താ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ സമ്പത്തുള്ള രാഷ്ട്രം വെനസ്വേലയാണ്. സൗദി അറേബ്യക്ക് അത്രയും വലിയ എണ്ണ സമ്പത്തില്ല, ഇറാൻ അത്രയും വലിയ എണ്ണ സമ്പത്തില്ല, റഷ്യക്ക് അത്രയും വലിയ എണ്ണ സമ്പത്തില്ല, US-നും ഇല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ അതിൻ്റെതായിട്ടുള്ള ഖനനം ചെയ്തെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക്, ഏറ്റവും കൂടുതൽ എന്നുള്ള നിലയിലേക്കുള്ളത് ആ എണ്ണ സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായ രാഷ്ട്രത്തിന്റെ ആ എണ്ണ സമ്പത്തിന്റെ കുത്തക എന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനാണ്. അതും കൂടി നാം മനസ്സിലാക്കണം. അത് അമേരിക്കൻ എണ്ണ കമ്പനികൾക്കല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ മൾട്ടിനാഷണൽ കമ്പനികൾക്കല്ല. അത് കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ ഈ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്. ഇവിടെ ട്രംപിനിപ്പോൾ വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്തിന്റെ അവസാന നാളുകളിൽ അലാസ്ക ഉൾപ്പെടെയുള്ള എൻവയോൺമെന്റലായി വളരെ സെൻസിറ്റീവായിട്ടുള്ള പല പ്രദേശങ്ങളിലും ഈ എണ്ണ ഖനനം ഒരിക്കലും
പല ഗവൺമെന്റുകൾ, റിപ്പബ്ലിക്കൻ ആവട്ടെ ഡെമോക്രാറ്റിക് ആകട്ടെ, അനുവദിക്കാതിരുന്നത് അവിടുത്തെ പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങൾ യാതൊന്നും പഠിക്കാതെ തന്നെ അവസാന നാളുകളിൽ യുഎസിലെ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിന്റെ എണ്ണ കമ്പനികൾക്കായി തീരെഴുതി കൊടുത്തു. ഇവിടെ ഇപ്പോ യുഎസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളതിലൊരു കാര്യമുണ്ട്, ഞങ്ങൾ വെനിസ്വേല ഭരിക്കാൻ പോവുകയാണ്. അത് കൊള്ളാം. അപ്പോൾ എവിടെയും ഭരിക്കാം എന്നുള്ള നിലയിലേക്ക് ഒന്ന് ഓർത്തു നോക്കൂ. 1970കളുടെ അവസാനത്തിൽ 71-ൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് അമേരിക്കയുടേതായ നാവികപ്പട ഇങ്ങ് എത്തിയിരുന്നുവെങ്കിൽ, അത് ബേ ഓഫ് ബംഗാളിലേക്ക് വന്ന് വിശാഖപട്ടണത്തോ മദിരാശിയിലോ എല്ലാം അവർ വന്ന് ഇറങ്ങിയിരുന്നുവെങ്കിൽ, അന്ന് സോവിയറ്റ് യൂണിയൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം വരെ ഞങ്ങൾ അങ്ങ് ഭരിക്കാമായിരുന്നു എന്ന് അന്നത്തെ ഒരു അമേരിക്കൻ പ്രസിഡന്റിനും തോന്നിയിരുന്നുവെങ്കിൽ, പിൽക്കാലത്ത് ഈ ഇറാഖിന്റെ മേൽ നടത്തിയതായിട്ടുള്ള അധിനിവേശവും അവരുടേതായിട്ടുള്ള നിരവധി ഇടപെടലുകളും ലോകത്ത് അശാന്തി, അസമാധാനം അത് വിതയ്ക്കുക എന്നുള്ളത് ഈ ആയുധങ്ങളുടെ ഉൽപാദനവും കച്ചവടവും കൊണ്ട് സ്വന്തം ദേശീയ വരുമാനത്തിന്റെ 40% ആയുധത്തിൽ ലഭിക്കുന്ന ഒരു രാഷ്ട്രത്തിന് വാർ ഇസ് എ ബിസിനസ് എന്നുള്ളതാണ്. യുദ്ധമാണ് അവരുടെ ജീവൻ, അവരുടെ ജീവിതം, അവരുടെ തൊഴിൽ, അവരുടെ വരുമാന മാർഗം. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ